ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പം ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കാളികാവ് അടക്കാക്കുണ്ടൽ ഹിമ കെയർ ഹോം സെൻറ്ററിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഈ വരുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ 2 ടീമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എത്തണം കേട്ടോ. നമ്മളിവിടെ സമയം പറഞ്ഞിരുന്നത് 10 മണിയാണ്. ഇവിടെ ഞങ്ങൾ കൂടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. 2 വർഷം തുടർച്ചയായിട്ട് കൂടി, ഇത് 3ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളെ വീട്ടിൽ ഇതേപോലെ കുട്ടികളെ ബർത്ത്ഡേ, അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതുപോലെ ആണ്ട്, അങ്ങനത്തെ സംഗതികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരിതാണ് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് പ്രായം ചെന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. വൃദ്ധകളെ കൊടുന്നാക്കുന്നൊരു സ്ഥലം എന്നല്ല കേട്ടോ ഇവിടുത്തെ ഒരു ഉദ്ദേശം. അതായത് പ്രായം ചെന്നവരും അല്ലാത്തവരും മനസ്സ് ശരിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ കൊടുന്നാക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ആരോരും ഇല്ലാത്തവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മളെ നോക്കാൻ ഒരാളില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ചിലർക്ക് ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലാത്തപോലെ, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ മാപ്പിളാരും കുട്ടികളും ഇല്ലാത്തപോലെ, സഹോദരന്മാരില്ലാത്തപോലെ, അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരെ ഓലെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് ഇവിടെ കൊടുന്നാക്കി കഴിഞ്ഞാൽ ആരോരും ഇല്ലാത്തപോലെയൊന്നും പിന്നെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും ഇല്ലാത്തൊരാൾക്കാരോട് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഉമ്മ ഉണ്ടാവും, വാപ്പ ഉണ്ടാവും, സഹോദരന്മാരുണ്ടാവും, സഹോദരിമാരുണ്ടാവും, ഏട്ടത്തിമാർ, അനിയത്തിമാർ, അങ്ങനെ എല്ലാവരും ഉള്ളൊരവസ്ഥയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഫീൽ ഇവിടെ ഉണ്ടാവുകയില്ല. അത്രയും നല്ല അടിപൊളി സ്ഥലം തന്നെയുണ്ട് ഈ ഹിമ കെയർ ഹോം സെൻറ്റർ എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ പോയും കണ്ടും അവരെ തൊട്ടറിഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാട്ടോ ഞാൻ പറയണത്. അത്രയും അതിമനോഹരമായിട്ട്. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോം കെയർ എന്നുള്ളതിലുപരി നമ്മൾ എത്രത്തോളം പരിചരിച്ച് അങ്ങനെ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ആ ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് വല്ലാണ്ട് മനസ്സിന് സന്തോഷം നൽകും കേട്ടോ. അങ്ങനെ ഓരോരോ വീടുകളുണ്ടല്ലോ, അതൊക്കെ ഓരോരുത്തർ താമസിക്കണം വീടാട്ടോ. ഒരു വീട്ടിലൊരാൾ അങ്ങനെയല്ല, കുറേ ബെഡുകളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. എന്നാലും ഞാൻ പറയാം നല്ലൊരു അടിപൊളി. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ നയിക്കുന്ന ഉസ്താദന്മാർ തന്നെ കേട്ടോ. സലാം ഉസ്താദാണെങ്കിലും ഫരീദ് റഹ്മാനി ആണെങ്കിലും അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രയും കീപ്പ് ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് നയിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേറെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇവിടെ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ അവിടുത്തെ 20 സ്റ്റാഫുകളെ കുറിച്ചിട്ടാട്ടോ. സ്റ്റാഫുകൾ ഒരു രക്ഷയില്ല, അവർ അടിപൊളിയാണ്. അവരെ സേവനം മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും എല്ലായിടത്തും ഓടി നടന്ന് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് ഇവിടെ കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ കഴിവൊന്നുമില്ല. മാഷാ അല്ലാഹ് അവർക്ക് പഠിച്ചവനെ ആയുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ റബ്ബേ. അത്രയും നല്ലൊരു ഹിദമത്താണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പഠിച്ചാൻ കൊടുക്കുന്നവർ അത്രയും നല്ലൊരു കൂലി കിട്ടുന്ന സംഭവമാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയുന്നത്. വലിയ ഇൻഫ്ലുവൻസ് സമൂഹത്തിൻ്റെ ചിന്തകളിൽ, ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ യൂട്യൂബേഴ്സ് ഫാമിലി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളെ ഒന്ന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വവും മഹാത്മ്യവും ചെറിയ വാക്കുകളിൽ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഞാൻ എഴുതുന്നത്. ഹിമ എന്ന പേരിനർത്ഥം പൂർണ്ണരൂപം സ്നേഹത്തിൻ്റെയും ഇടയടുപ്പത്തിൻ്റെയും ഒരു കേന്ദ്രം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വൃദ്ധസദനങ്ങളും ഓൾഡേജ് ഹോമുകളുമൊക്കെ സമൂഹത്തിൽ വളരെ നെഗറ്റീവായ ചിന്തകളെ കൊടുത്തുകൊണ്ട ഒരു കാലത്ത് വിവിധ കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരും പരിചരിക്കാനും സംരക്ഷിക്കാനും ആളില്ലാത്തതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകൾക്കാണ് കഴിഞ്ഞ 8 വർഷത്തിനകം ഈ ഹിമ അഭയം നൽകിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 247 ആളുകളെ ഏറ്റെടുക്കുവാനും അതിൽ 70 ശതമാനം ആളുകൾക്ക് ദൈവം നിശ്ചയിച്ച ഒരു സമയത്ത് അവർക്ക് അവരവരുടെ മതാചാര പ്രകാരം അന്ത്യകർമ്മങ്ങൾ ഒരുക്കാനും നമ്മുടെ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയൊരു കാര്യമാണ്.
ഓൾഡ് ഏജ് ഹോം അതല്ലെങ്കിൽ വൃദ്ധസദനം അതല്ലെങ്കിൽ ഇത്തരം ഒരു കേന്ദ്രം എന്ന് പറയുമ്പോൾ മക്കൾക്കും ബന്ധുക്കൾക്കും പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നടന്നിടാനുള്ള ഒരു ഇടമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ ഒരു ധാരണ നമ്മളൊന്ന് തിരുത്തേണ്ടതുണ്ട്. പകരം ബന്ധുക്കളും അവരെ സംരക്ഷിക്കാൻ ആളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് പ്രോസസ്സും നേരെ മറിച്ച് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ആളില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് എല്ലാമായി തീരാൻ, മക്കളില്ലാത്തവർക്ക് മക്കളാവാൻ, സഹോദര സഹോദരിമാരില്ലാത്തവർക്ക് അതായി തീരാൻ മാതാപിതാക്കളുടെ കരുണയും തലോടലുമാണ് ആവശ്യമെങ്കിൽ ആ ഒരു തരത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, അങ്ങനെ ആരോരുമില്ലാത്തവർക്ക് എല്ലാവരുമായി തീരാനുള്ള ഒരു ശ്രമമാണ് ഭീമാധികാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വലിയ മനുഷ്യരോട് ഈ സ്ഥാപനത്തിന് ചെറിയ രീതിയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സ്ഥാപനത്തിന് ഇത്രയും ആളുകൾക്ക് സ്നേഹകാരുണ്യം നൽകുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഞങ്ങൾ ആരെയും സമീപിക്കാറില്ല. ഇതിന് റിസീവർമാരില്ല. ഇതിന് ഒരു 5 അംഗ ട്രസ്റ്റ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ഒരു മാസം ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവ് വരുമ്പോൾ അത് ദൈവകൃപ കൊണ്ട്, സുമനസ്കരായ ആളുകളുടെ ഉദാരത കൊണ്ട് ഇവിടെ ഓഫീസിൽ ഏൽപ്പിക്കുകയും അതിന്റെ റെസിപ്റ്റ് കൈപ്പറ്റിക്കൊണ്ട് ഇതിന്റെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പഠിക്കേണ്ടത്, ഉദ്ദേശ്യശുദ്ധിയോടുകൂടെ സമൂഹത്തിന്റെ ഒരു സങ്കടം അകറ്റാൻ നമ്മളൊന്ന് കൈകോർത്താൽ അതൊരിക്കലും ഒരാളുടെയും ചുമലിൽ വലിയൊരു ഭാരവും ബാധ്യതയുമാവാതെ സ്മൂത്തറിഞ്ഞ് സുഗമമായി നടത്താൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭീമാണ്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഈ യൂട്യൂബേഴ്സ് ഫാമിലി എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. ഈ ഒരു കുടുംബം ഇവിടെ സന്ദർശിച്ചതിന് ശേഷം വിദൂര ദിക്കുകളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ സ്ഥാപനത്തെ സഹായിക്കാൻ ആളുകൾ തേടി വരികയും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തത് നന്ദിയോടുള്ള പ്രാർത്ഥന ഞാൻ അനുസരിക്കുകയാണ്. അവർക്ക് എല്ലാവരുമായി തീരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പരിശ്രമം ചെറിയ കാര്യമല്ല. ഈ ലോകത്ത് ആർക്കാണ് ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇരുപ്പവനും മലകുലത്തലേലും മുറിപ്പവനും തരിച്ചൂടകറ്റും അലിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണപ്രവചന കവി പാടിയ പോലെ ലോകത്തെ എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ സ്നേഹാന്തരമായ സമീപനമാണ് നൽകുന്നത്. ബാധ്യതയുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ ഭാരവും ബാധ്യതയുമാകുമ്പോൾ ഹിമയുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി നടന്നള്ളാം, ഞങ്ങൾക്ക് സ്വസ്ഥ സ്വൈര്യമായി ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഹിമയിലെ പ്രവേശനം അത്ര എളുപ്പമല്ല. അത് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് ആരുമില്ലെന്ന് ലോക്കൽ ബോഡിയുടെ സാക്ഷ്യപത്രം വേണം. മഹലിലോ ക്ഷേത്ര കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഇടവകയുടെ വികാരിയോ ആരെങ്കിലും ഒരാൾ കൃത്യമായി പറയണം ഇയാൾ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന്. പോലീസിന്റെയോ വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം. എന്നതിന് ശേഷം ഹിമയുടെ ടീം ആ വീട്ടിലോ ആ പരിസരത്ത് ചെന്ന് അന്വേഷിക്കും. ഇവരെ സംരക്ഷിക്കാൻ ആളില്ലേ, ഇവരെ നോക്കാൻ ആരുമില്ലേ, ഇവരെ ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുന്നു എന്ന് കൃത്യമായും വസ്തുതാപരമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ഞങ്ങളുടെ ഉപ്പയായി, അമ്മയായി, അച്ഛനായി, അതേപോലെ തന്നെ ഉമ്മയായി അവരെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സാണ് ഹിമ ഇതുവരെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏകദേശം 20 ചില്ലാനം വരുന്ന സ്റ്റാഫ് അവര് പിന്നെ ഒരു അന്യം കൽപ്പിച്ച് നിർത്താറില്ല. ഏത് പുഴുവരിക്കുന്ന ആളുകളെ കൊണ്ടുവന്നാലും അവർക്ക് ആവശ്യമാകുന്ന വിദഗ്ധ ചികിത്സ നൽകി കേരളത്തിൽ അവർക്ക് ലഭ്യമാകുന്നതിന്റെ അല്ലെങ്കിൽ പരിസര സ്റ്റേറ്റുകളിൽ അവരെ കൊണ്ടുപോയി എന്ത് ചികിത്സയാണ് നൽകാൻ സാധിക്കുന്നത്, എക്സ്പേർട്ട് ഡോക്ടേഴ്സ് എന്താണ് നിർദ്ദേശിക്കുന്നത് അത് നൽകാൻ സ്വന്തം അമ്മയെപ്പോലെ ഉമ്മയെപ്പോലെ ഏറ്റെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു ഫുഡ് മെനു അവർക്കുണ്ട്. ഓരോരുത്തരുടെയും ആരോഗ്യനില പരിഗണിച്ചുകൊണ്ട് അവരുടെ ഫുഡ് മെനു നമ്മൾ കണക്കാക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം, അവരാഗ്രഹിക്കുന്ന ഭക്ഷണം കൂടെ ഒരുക്കി കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ് ഇവിടെ. ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ്. ഇവിടെ ക്രൈസ്തവരുണ്ട്, ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളുണ്ട്, ഇവിടെ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുണ്ട്. അവർക്ക് അവരവരുടേതായ പ്രാർത്ഥന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അവരുടെ മരണാനന്തര ചടങ്ങുകൾ തന്നെ നമുക്കറിയാം. 30 കൊല്ലം കുർബാന ചൊല്ലിക്കൊടുത്ത ഒരു പാതിരി, ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ ഒരച്ഛൻ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. കോഴിക്കോടിലെ അതിന്റെ പ്രധാനപ്പെട്ട മേലധികാരി മതമേലധ്യക്ഷന്മാർ വന്നുകൊണ്ട് അന്ത്യകൂദാശ നടത്തിയത് ഹിമയിൽ വെച്ചായിരുന്നു. അതേപോലെ തന്നെ ഹൈന്ദവാചാരപ്രകാരം അവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് അവരുടെ അന്ത്യകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഇവിടെ ഒരേ കട്ടിലിൽ ഒരേ പായയിൽ
ഒരേ വിരിപ്പ് എന്ന ഒരു ഉൾവിളിയോടുകൂടെ ഈ പ്രവർത്തനങ്ങൾ പങ്കാളികളാവാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ച് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ഈ ഹിമയുടെ സ്നേഹതീരത്തേക്ക് നിങ്ങളെ ആർദ്രമായി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിമ. അസ്സലാമു അലൈക്കും.